ഞാൻ ശ്രീലാലിലേക്ക് വരികയാണ്. ഒരു കാര്യം കൂടി, ഇതിനിടയിൽ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന ഒരു വാർത്ത കൂടി വായിക്കാം. ബീഹാറിലെ സീറ്റ് വിഭജന ചർച്ചകൾ കഴിഞ്ഞ് മടങ്ങവേ കോൺഗ്രസ് പ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്ന നിലയുണ്ടായി. പാറ്റ്ന എയർപോർട്ടിലാണ് കോൺഗ്രസ് പ്രവർത്തകരെ സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ ആക്രമിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പേരുകളൊക്കെ അതിൽ പറയുന്നുണ്ട്. സീറ്റ് വിഭജന ചർച്ചയ്ക്ക് ശേഷം ദില്ലിയിൽ നിന്ന് ഇവർ മടങ്ങിയെത്തിയതാണ് ദില്ലിയിൽ പോയിട്ട് അഴിമതി ആരോപിച്ച്, സീറ്റ് വിഭജനത്തിൽ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കൾക്ക് നേരെ തിരിയുകയായിരുന്നു. ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരും പറയുന്നുണ്ട് കേട്ടോ. ബിക്രം നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് രോഷാകുലരായി നേതാക്കളെ വളഞ്ഞത് എന്നതൊക്കെ പറയുന്നുണ്ട്. BJP-യിലേക്ക് മാറിയ ബിക്രത്തിലെ സിറ്റിംഗ് MLA സിദ്ധാർത്ഥ് സൗരഭിനെ വീണ്ടും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. അതിൽ കോൺഗ്രസ് നേതാക്കൾ കോടിക്കണക്കിന് രൂപയ്ക്ക് ആ സീറ്റ് വിറ്റുവെന്ന് ആരോപിച്ചായിരുന്നു ഈ കോലാഹലമൊക്കെ അവിടെ ഉണ്ടായത് എന്നൊക്കെ പറയുന്ന തരത്തിലാണ് ആ വാർത്ത. ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒന്നും ബാലിശമല്ല എന്ന് പറയാൻ വേണ്ടി നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ വാർത്തകളും സാഹചര്യങ്ങളും സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ ശ്രീലാലിലേക്ക് വരുമ്പോൾ, ശ്രീലാൽ, ഇതിന് ശേഷം നേരത്തെ ഞാൻ നിപിനോട് പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചോ? അതേസമയം ഇതിൽ നിതീഷ് എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ആ പാർട്ടിയുടെ 2020 കണക്ക് തീർക്കൽ ഇവിടെ കാര്യമായി സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ കുറേ കൂടി സ്വതന്ത്രമായി, അല്ലെങ്കിൽ മുന്നണിയുടെ അല്ലെങ്കിൽ BJP-യുടെ നിയന്ത്രണങ്ങൾക്കപ്പുറം നിന്ന് കുറേ കൂടി സ്വതന്ത്രമായി പോകാൻ ഇക്കുറി നിതീഷിന് കഴിയുന്നുണ്ടോ? SIR-ന് കിട്ടിയ അംഗീകാരം എന്ന നിലയിൽ BJP-യോ അല്ലെ പ്രധാനമന്ത്രിയോ ഈ വിജയത്തെ കാണാൻ ശ്രമിക്കുന്നതിൻ്റെ തുടക്കവും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ വന്നു കഴിഞ്ഞു. എന്നാൽ ഇപ്പുറത്ത് പ്രതിപക്ഷ പാർട്ടികൾ വലിയ പോരാട്ടം SIR-നെതിരെ രാജ്യവ്യാപകമായി ചെയ്യുന്നു, നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ സാഹചര്യം നിൽക്കുകയും ചെയ്യുന്നു ബീഹാറിൻ്റെ ജനവിധിയുടെ പശ്ചാത്തലത്തിൽ. ശ്രീലാൽ, ചേർത്ത് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ബീഹാറിൽ ഇപ്പോൾ BJP നേതൃത്വവും BJP പ്രതിനിധിയും വലിയ വികസന പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ വിജയമെന്ന് അവകാശപ്പെടുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് ബീഹാറിൽ നിങ്ങൾ എത്രത്തോളം ജാതികളെ ഉൾപ്പെടുത്തുമോ ഈ സഖ്യത്തിലേക്ക്, അത്രയും വലിയ വിജയം നിങ്ങൾക്ക് നേടാനാകും എന്നുള്ളതാണ്. അതാണ് ഈ BJP NDA സഖ്യം ചെയ്തതും. പറഞ്ഞു വരുമ്പോൾ കാസ്റ്റിനെതിരാണ്, പക്ഷേ ചെയ്തത് തന്നെയാണ്. പസ്വാനെ കൊണ്ടുവന്നു, കുഷ്വാഹയെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയ പാർട്ടി, ചെറിയ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മഹാസഖ്യം ഉണ്ടാക്കുന്നു. ആ സഖ്യത്തിനാണ് ഈ വിജയം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബീഹാറിലെ NDA-യുടെ ഏറ്റവും വലിയ ഗുണം നിതീഷ് കുമാറിനെ പോലൊരു നേതാവ് ആ ഭാഗത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. EWS-കളെ, അതായത് ഇക്കണോമിക് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയെ ഒപ്പം നിർത്താൻ ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം വിഭാഗത്തെ ഒപ്പം നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. OBC-യെ ഒപ്പം നിർത്താൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ കഴിയുന്ന ഒരു നേതാവ് അത് നിതീഷ് കുമാർ. ആ നിതീഷ് കുമാർ സ്ത്രീകളെ ഒപ്പം നിർത്താൻ കഴിയുന്ന നേതാവ്, എത്രയും ക്ലീൻ ഇമേജുള്ള നേതാവ്. ഈ നേതാവ് ഉള്ളപ്പോൾ കൂടിയാണ് ഇതുപോലെ ഈ പസ്വാനെ ഒപ്പം കൊണ്ടുവരുന്നു, അതോടൊപ്പം തന്നെ കുഷ്വാഹയെ കൊണ്ടുവരുന്നു, ഇതുപോലെ ചെറിയ ജാതി വിഭാഗങ്ങളെ ഒപ്പം കൊണ്ടുവന്നുകൊണ്ട് ഒരു വലിയ ജാതി ഒരു സഖ്യമുണ്ടാക്കിക്കൊണ്ടാണല്ലോ മത്സരമാണ് നടന്നത്. പക്ഷേ മറുഭാഗത്ത് അവിടെയും അവരും ശ്രമിച്ചിരുന്നു ഇതുപോലെ സഖ്യമുണ്ടാക്കാൻ. അവർ VIP-യെയും IIP എല്ലാം കൊണ്ടുവന്നു. പക്ഷേ അവർ ഈ പറഞ്ഞതുപോലുള്ള ഒരു സ്വാധീനമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ വോട്ടും ഷെയർ ചെയ്യപ്പെട്ടുമില്ല. അവിടെയാണ് ഈ മഹാസഖ്യത്തിൻ്റെ ഈ മഹാഗഠബന്ധൻ്റെ വലിയ പരാജയം ഉണ്ടാകാനുള്ള കാരണങ്ങളിലൊന്ന്. അവിടെ ഏറ്റവും പ്രധാനം ഈ പറയുന്ന സീറ്റ് വിഭജനം തന്നെയായിരുന്നു. RJD 51 സീറ്റുകൾ യാദവർക്കും അതോടൊപ്പം തന്നെ അവരുടെ ഒപ്പം നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് 18-19 സീറ്റും RJD നൽകി. മറുഭാഗത്ത് 61 സീറ്റ് വാങ്ങിപ്പോയ കോൺഗ്രസ് ഇതുപോലൊരു സഖ്യമുണ്ടാക്കാനോ ഇതുപോലെ വിഭാഗങ്ങളെ കോൺഗ്രസ് പാർട്ടി ഈ മഹാസഖ്യത്തിലേക്ക് കൊണ്ടുവരാനോ അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കോൺഗ്രസിന് ഇപ്പോൾ അവിടെ മുന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ പേരില്ല, പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ പേരില്ല, ദളിതുകൾക്കിടയിലോ മഹാദളിതുകൾക്കിടയിലോ പേരില്ല, മുസ്ലിങ്ങൾക്കിടയിൽ പേരില്ല. ഇങ്ങനെ ഒരു ഭാഗത്തും പേരില്ലാത്ത കോൺഗ്രസ് 61 സീറ്റും വാങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രധാന ഘടകം. അങ്ങനെ വരുമ്പോൾ മറ്റ് ചെറിയ സഖ്യങ്ങൾക്ക് കൊടുക്കാനുള്ള സീറ്റുമില്ല. ആകെ 243 സീറ്റാണുള്ളത്. അതിൽ നിന്ന് എത്ര കൊടുക്കാൻ പറ്റും? ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം നേരിട്ടുണ്ട്. അതേ സമയത്ത് ഇതിനെ എങ്ങനെ മറികടക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിക്കുകയും ആ തരത്തിലുള്ള ശ്രമങ്ങൾ ഈ പറയുന്ന NDA-യുടെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്തു. അതുതന്നെയാണ് ഈ വിജയത്തിൻ്റെ കാരണം. ഇപ്പോൾ ഈ പറയുന്ന വോട്ട് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ 110 സീറ്റുകൾ മഹാഗഠബന്ധൻ സഖ്യത്തിന് കിട്ടുമ്പോൾ വോട്ട് ശതമാനം 37% വോട്ടുള്ളത്. അത് അന്ന് NDA-ക്ക് 37%, ചെറിയ വ്യത്യാസം മാത്രമായിരുന്നു. കാരണം 125 സീറ്റ് അങ്ങാണ്ടായിരുന്നു NDA-ക്ക് അന്നുണ്ടായിരുന്നത്. ഇവിടെ 110 സീറ്റ്, ഏതാണ്ട് വോട്ട് ഷെയർ ഒരേപോലെ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ആകെ ഉള്ളത് 34 സീറ്റുകളാണ് ആകെ മഹാസഖ്യത്തിനുള്ളത്. അപ്പോഴും 38% വോട്ടുണ്ട്. 1% വോട്ട് കൂട്ടാൻ സാധിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന 201 സീറ്റുകൾ എത്തിയപ്പോൾ NDA സഖ്യത്തിൻ്റെ വോട്ട് 50%-ലധികം പോയി. ആ പറയുന്ന സ്വിങ്, ആ ഷിഫ്റ്റിലേക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന ഈ മഹാസഖ്യത്തിൻ്റെ ബേസ് വോട്ട് ബാങ്കായ മുസ്ലിം യാദവ സമുദായത്തിൽ നിന്നുകൊണ്ട് ആ പറയുന്ന 50% കടക്കാൻ സാധിക്കില്ല.
അങ്ങനെ കടക്കണമെങ്കിൽ പുതിയ പാർട്ടികൾ, പുതിയ ജാതി പാർട്ടികളെ, ഈ സ്വാധീനമുള്ള ജാതി പാർട്ടികളെ ഈ സഖ്യത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ പരാജയപ്പെടുന്നതിന് കാരണങ്ങളിലൊന്ന് കൊടുക്കാൻ സീറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഈ വോട്ട് വെട്ടിയത് SIR ഈ മഹാസഖ്യത്തെ സംബന്ധിച്ച് ദോഷം ചെയ്തിട്ടുണ്ടാകുമോ? ചേർത്ത് SIR ദോഷം ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകൾ ഉണ്ടാകണം. ഇപ്പോൾ എന്തുകൊണ്ട് ഈ പറയുന്ന നിതീഷിനും BJPക്കും ഇത്തരത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ? അവർ എല്ലാ മേഖലകളിലും നോക്കൂ, ഈ ബീഹാറിന്റെ പരിച്ഛേദം എടുത്ത് നോക്കൂ. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലാണ് ഈ വോട്ട് വെട്ടൽ കാര്യമായി നടന്നത് എന്ന വളരെ പ്രധാനം. എന്നാൽ കാസ്റ്റ് തിരിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സീമാഞ്ചൽ പോലെ ഈ RJDക്കും അതുപോലെ തന്നെ ആ സഖ്യത്തിനും സ്വാധീനമുള്ള മേഖലകളിൽ അടക്കം ഇത്തവണ കടന്നു കയറിയിട്ടുണ്ട്. വലിയ മുസ്ലിം മേഖലകളിലേക്ക് അടക്കം, മുസ്ലിം മേഖലകളിലേക്ക് പോലും ഇത്തവണ NDA സഖ്യം കടന്നുപോയിട്ടുണ്ട്. അതിന് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഈ പറഞ്ഞ 45 ലക്ഷം മനുഷ്യരെ ഒഴിവാക്കിയത് നേട്ടമായി മാറിയോ? ഈ സഖ്യത്തിന് തിരിച്ചടിയായി അത് വന്നിട്ടുണ്ടോ? വിലയിരുത്തലുകൾ വരാൻ പോകുന്ന സമയമാണ്. അല്ല, അത് അത്തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ പോലും ഇതുവരെയും കടന്നു ചെല്ലാൻ പറ്റുന്ന മേഖലകളിലേക്ക് ഈ പറയുന്ന NDA സഖ്യത്തിന് കടന്നു ചെല്ലാൻ പറ്റിയത് എങ്ങനെയാണ്? മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലേക്ക് NDAക്ക് കടന്നു ചെല്ലാൻ സാധിച്ചു. അത് BJP അല്ല, അപ്പുറത്ത് നിതീഷിന്റെ ഒരു പ്രസൻസിനെ കുറിച്ച് പറഞ്ഞു. അതൊരു ഫാക്റ്റാണ്. ഒപ്പം ഇങ്ങനെ കൂടി ഒരു സൗകര്യം ചെയ്യുന്നുവെങ്കിൽ അത് ആ മുന്നണിയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ടോ? അതൊരു വിലയിരുത്തൽ വേണ്ടിവരുന്നൊരു ഒരു ഇഷ്യൂ ആണ്. അല്ല, അതിനകത്ത് ഈ പറയുന്ന പോലെ മുസ്ലിങ്ങളെ എത്ര പേരാണ് ഒഴിവാക്കിയത് എന്നുള്ളൊരു കണക്ക് വന്നാൽ മാത്രമേ വിട്ടിട്ടില്ല. അത് വന്നതുമില്ല. SIR തീർച്ചയായും ഇതിനകത്ത് ഒരു വിഷയം തന്നെയാണ്, അത് ഉയർത്തേണ്ട വിഷയം തന്നെയാണ്. അത് രാഹുൽ ഗാന്ധി തുടക്കത്തിൽ ഉയർത്തുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന RJDയും കോൺഗ്രസും ഈ പറയുന്ന സൗഹൃദ മത്സരം. കോൺഗ്രസ് പോയി CPIയോട് സൗഹൃദ മത്സരം. എന്തിനാണ് കോൺഗ്രസ് CPIയോട് സൗഹൃദ മത്സരം നടത്തുന്നത്? എന്തായാലും രണ്ടുപേരും ജയിക്കാൻ പോകുന്നില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് CPIയുമായി മൂന്ന് സീറ്റിൽ സൗഹൃദ മത്സരം? ഇത് ചോദ്യമാണിത്. ശരദേ, ഈ 45 ലക്ഷം പേരെ ഒഴിവാക്കി എന്ന് പറയുന്നതിൽ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കനുസരിച്ച് തന്നെ 20 ലക്ഷം പേർ മരിച്ചുപോയവരോ അല്ലെങ്കിൽ ബീഹാർ വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിയവരോ ആണ്. ബാക്കി വരുന്ന 25 ലക്ഷത്തിന്റെ കണക്കാണ് ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അത് ചെറിയ നമ്പർ അല്ല. അവിടെ ഇതൊരു ഇഷ്യൂ ആയി കോൺഗ്രസ് കൊണ്ടുവന്നത് ഈ ഇഷ്യൂ ആർക്കാണ്? വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവരുടെ വിഷയമാണത്. പക്ഷേ ഈ വോട്ട് ചെയ്യാൻ വന്നവനെ സ്വാധീനിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് മെയിൻ ഇഷ്യൂ.